ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാംഗോ പൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതുവരെയും ഇതുപോലൊരു മാംഗോ പൈ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മാമ്പഴമാണ്. ഇച്ചിരി വലിയ മാമ്പഴത്തിൽ ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ. അത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു കടായിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മാമ്പഴം എല്ലാം നല്ലതുപോലെ വെന്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കുഴഞ്ഞ് കിട്ടുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടിയാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടിയാണ്. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മാംഗോ പേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ലൂസായി തുടങ്ങും. അപ്പോൾ അത് കുറച്ചുകൂടി കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ കോൺഫ്ലോർ എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ കുറുകി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലായി കിട്ടും. നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ആ മാംഗോ പേസ്റ്റ് എല്ലാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ മൈദാ മാവ് ചേർത്ത് കൊടുക്കാം. മൈദാ മാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടിയാണ്. നെയ്യും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടിയാണ്. അപ്പോൾ പഞ്ചസാരയും ചേർക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ചെറിയ മുട്ടയിൽ ഒരു മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. വലിയ മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചെടുത്താൽ മതിയാവും. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ നമ്മുടെ മാവെല്ലാം നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ മാവിൽ 2ആയിട്ടൊന്ന് മാറ്റണം. 2 ബോൾസ് നമ്മൾ ഈ മാവിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 പോർഷനാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കില്ലേ, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. കഴിയുന്നത് ഒന്ന് സ്ക്വയറായിട്ട് പരത്തിയെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. മാവ് പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തില്ലേ, അതുപോലെ 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം നമ്മൾ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ മാവെല്ലാം കറക്റ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം കുറച്ചുകൂടി സ്ക്വയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലുള്ള റൗണ്ട് ഷേപ്പിനുള്ളതൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ ആ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഈ 4 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ചുറ്റിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ചെറിയൊരു ഡിസൈനും അതുപോലെ തന്നെ നമ്മൾ ഈ ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫില്ലിങ് എല്ലാം നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് അതിൽ ആയിക്കോളും. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. ഓരോ പീസും എടുത്തതിന് ശേഷം ഒന്ന് മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ പൈ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരല്പം മാത്രം കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഓരോ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡും ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. അപ്പോഴും വേണം നമ്മളത് എടുക്കാനായിട്ട്. വളരെ ക്രിസ്പിയും പുറം ഭാഗം വളരെ ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അകം നല്ല ജ്യൂസി ആയിട്ടും ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ സ്നാക്സ് കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ മാമ്പഴം വാങ്ങുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഉറപ്പായിട്ടും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.